പ്രേമലു എന്നുള്ള സംവിധാനത്തിൽ നിന്നും ഗിരീഷിന്റെ ഈ ഇതിലേക്ക് വരുമ്പോഴേ എന്തെങ്കിലും ഡിഫറൻസ് ഡയറക്ടർ ഗിരീഷിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പൊ ബാലനിലൊക്കെ അഭിനയിച്ച് കുട്ടപ്പനായിട്ടിരിക്കുകയാണ്. അങ്ങനെ ഹീസ് ദ സെയിം. ഹൗ ഡസ് ഹി ഡയറക്ട് യു? എങ്ങനെയാ? സോ ആദ്യം സൂപ്പർ ഷെന്നെ ചെയ്യുമ്പോഴാണ് നമുക്ക് എനിക്ക് നല്ല പേടിയായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഗിരീഷ് ഏട്ടൻ്റെ ഡയറക്ഷനിൽ അഭിനയിക്കുക എന്ന് പറയുന്നത്. ആളുടെ സ്കൂളിങ് എങ്ങനെയാണെന്ന് അറിയാനും കണ്ടുപിടിക്കാനും ഒക്കെ എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. അപ്പം ഇനീഷ്യൽ ഡേയ്സിൽ കുറച്ച് പ്രശ്നമായിരുന്നു ഞാൻ. എനിക്ക് അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്യാത്ത ടൈപ്പ് ഓഫ് ക്യാരക്ടറും കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആണ്. അപ്പോൾ അങ്ങനെ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ലാംഗ്വേജും എല്ലാം, അതായത് ഇപ്പം ഞാൻ കോട്ടയംകാരാണ്, പക്ക കോട്ടയം എൻ്റെ ഭാഷ. അപ്പോൾ ഇത് കൊച്ചിക്കാരിയായിട്ട് ചെയ്യുകയും ചെയ്യണം. അപ്പം അങ്ങനെ കുറച്ച് വളരെ ലൈറ്റ് ആയിട്ടുള്ള, കുറച്ച് നോക്കേണ്ടതായിട്ടുള്ള, ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ സമയത്ത് എന്ന് പറയുന്നത് എത്രയാണ്, 18-19 ഇയേഴ്സാണ്. അപ്പം നമുക്ക് കുറച്ച് കുറുമ്പ് കൂടുതലാണല്ലോ, നമ്മളത്ര ശ്രദ്ധിക്കുക അങ്ങനെയൊന്നുമില്ല. ഈവൻ ഭയങ്കര ആഗ്രഹവും പരിപാടികളൊക്കെ ആയിരിക്കും, പക്ഷെ ഇത്ര റെസ്പോൺസിബിൾ ആയിട്ട് കാണുന്നത് ഭയങ്കര അത്ര ഇതുണ്ടായിരുന്നില്ല എനിക്ക്. പക്ഷെ പോകെ പോകെ ഒരു 1-2 വീക്സിനുള്ളില് എനിക്ക് പരിപാടികൾ മനസ്സിലാക്കി എങ്ങനെയാണ് കുറച്ചുകൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം, കുറച്ചുകൂടെ ഒന്ന് പിടിക്കണം, അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞു. പിന്നെ ആദ്യമൊക്കെ എന്നെ ഗിരീഷേട്ടൻ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞുതരും, ഇന്ന ചെയ്യണം, ഇന്ന ചെയ്യണം, ഇന്ന ചെയ്യണം, പിൻ പോയിന്റ് ആയിട്ട് എല്ലാം കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരും. അപ്പൊ അതനുസരിച്ച് ഫോളോ ചെയ്യുക. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ ഗിരീഷേട്ടന്റെ ഐഡിയ എന്താണ്, എന്റെ ക്യാരക്ടർ എങ്ങനെയാണ് ഗിരീഷേട്ടന് വേണ്ടത്, ആ മീറ്റർ എങ്ങനെയാണെന്നുള്ള എനിക്ക് ഏകദേശം പിടികിട്ടി. പിന്നെ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നത് പറഞ്ഞാല്, ഓക്കെ നീ ചെയ്തോ, എന്നിട്ട് ഞാൻ കറക്ഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം, അങ്ങനെയായി. ടിൽ ഡേറ്റ് അങ്ങനെയാണ്. നീന്തൽ പഠിക്കുന്ന കാര്യ അല്ലേ? ആദ്യമൊക്കെ പറഞ്ഞു വെള്ളത്തിൽ കൊണ്ടിട്ട് അതെ ചെയ്തോ, എന്നിട്ട് നമുക്ക് കറക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആള് വന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്ന് ഭയങ്കര ഡീറ്റെയിൽഡാ ചെറിയ ചെറിയ കാര്യങ്ങൾ.